സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയുടെ പ്രാർത്ഥനയിൽ വലിയ അത്ഭുതം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ദേവൻ ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടത് കാരണം അതിൻ്റെ സന്തോഷത്തിൽ ഡോക്ടർ പുറത്തേക്ക് വരുവാണ്. എന്നിട്ട് രാധികയോടും യശോദയോടും വരനോടുമൊക്കെ ദേവനിപ്പോൾ അപകടനില തരണം ചെയ്തു എന്ന് പറയുവാണ് കേട്ടോ. ഡോക്ടറിൻ്റെ വാക്ക് കേൾക്കുന്നതും അവർക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുവാണ്. ഈ സമയം ഡോക്ടർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല, ബോഡി മരുന്നിനോടൊക്കെ റിയാക്ട് ചെയ്ത് തുടങ്ങി. നിങ്ങളിൽ ആർക്കെങ്കിലും 2 പേർക്ക് അകത്ത് ചെന്ന് ദേവനെ കാണാം. ഇത് കേൾക്കുന്നതും സുകുമാരി അമ്മ വരനെ അങ്ങനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അങ്ങോട്ട് എന്നും പറഞ്ഞ് അകത്തേക്ക് തള്ളി കയറാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം ഡോക്ടർ സുകുമാരി അമ്മേനെ തടയണേ, നിങ്ങളിതെങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറണ്ട. അന്നേരം സുകുമാരി അമ്മ ചോദിക്കണേ, അതെന്താ ഞാൻ കയറിയാലും? ആ സമയം ഡോക്ടർ പറയണേ, അകത്ത് കിടക്കുന്ന ആ പേഷ്യൻറ്റിന് അല്പം വേണ്ടത് സമാധാനമാണ്. നല്ല വാക്കുകളാണ് നിങ്ങളുടെ നാവിൽ നിന്ന്. എന്താണെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ കാരണമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നില ഇത്രയും വഷളായത്. ഇനിയും നിങ്ങളെ കയറ്റി റിസ്ക് എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് 2 ആൾക്കും വേണമെങ്കിൽ ചെന്ന് കാണാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് 2 ആൾക്കും വേണമെങ്കിൽ ചെന്ന് ദേവനെ കാണാം എന്ന് പറയുവാൻ കേട്ടോ യശോദയോടും രാധികയോടും. അങ്ങനെ അവർ 2 ആളും സന്തോഷത്തോടെ ദേവൻ്റെ അരികിലേക്ക് പോകുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ അമ്പലത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ 2 ആളും ദേവൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. രാധിക അങ്ങനെ ആ പ്രസാദമെല്ലാം ദേവൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുവാണ്. ഈ സമയം മുത്തശ്ശിക്കാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ ഐസുവിൻ്റെ പുറത്ത് ആകെ കലിപ്പ് കൊണ്ട് നിൽക്കുവാണ്. അന്നേരം ശ്യാമ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയണേ, അകത്ത് ഐസുവിൽ കിടക്കുന്ന മകനോടില്ല, അദ്ദേഹത്തിന് കാവലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയോടില്ല, രാധികയെ നിങ്ങൾ ഒരിക്കലും സ്നേഹിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. നിങ്ങൾക്ക് നിങ്ങളോടെങ്കിലും സ്നേഹമുണ്ടോ? അങ്ങനെ ക്ഷമയുടെ ചോദ്യമൊക്കെ കേൾക്കുന്നത് മുത്തശ്ശിക്ക് ദേഷ്യം കയറുക. ഇല്ല, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? നിങ്ങളെ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ അങ്ങനെ ആവശ്യമില്ലാതെ ഇടപെടാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞ് അഹങ്കാരത്തിനൊരു കുറവില്ലാതെ നിൽക്കുവാണ് കേട്ടോ സുകുമാരി അമ്മ. ഈ സമയം ദേവേട്ടാന്നും വിളിച്ച് സങ്കടത്തോടെ യശോദയുടെ അധികം ദേവൻ്റെ അരികിൽ നിൽക്കുന്നുണ്ട്. ദേവനാണെങ്കിൽ കണ്ണും തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്